ഹേ ഗൈസ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് എന്നൊരു വീഡിയോ ആയിട്ടാണ്. എൻ്റെ മേക്കപ്പ് ബാഗിലുള്ള സാധനങ്ങൾ എന്താണ് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അങ്ങനെ വലുതായിട്ടുള്ള സാധനങ്ങളൊന്നുമില്ല, കുഞ്ഞു കുഞ്ഞു അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വെറുതെ വലിച്ചു നീട്ടാൻ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് എൻ്റെ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്നത്. മേക്കപ്പ് പൗച്ച് എന്നും പറയാം. ഇത് എനിക്ക് മീഷോയിൽ നിന്ന് അമ്മ വാങ്ങി തന്നതാണ് കേട്ടോ. ജസ്റ്റ് 300-നകത്തെ ഇതിൻ്റെ റേറ്റ് വരുന്നുള്ളൂ. മീഷോ യൂസ് ചെയ്യുന്ന ഒട്ടും മിക്കവർക്കും ഇത് അറിയാവുന്നതായിരിക്കും. എന്നാലും ഞാൻ ലിങ്ക് ടാഗ് പ്രോഡക്ട്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ സാധനങ്ങളുള്ള എൻ്റെ ഐബ്രോ, ലിപ്സ്റ്റിക്, പിന്നെ ഇയറിങ്സ്, ചീപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാഗാണ് കേട്ടോ. എനിക്ക് അത്യാവശ്യ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഈ ബാഗ് ധാരാളമാണ്. അപ്പോൾ ഫസ്റ്റ് ഇത് തുറന്നപ്പോൾ തന്നെ ഇത് എൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് നിവിയുടെ മോയ്സ്ചറൈസറാണ്. ഇതിൻ്റെ റിവ്യൂ ഞാൻ എൻ്റെ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ നല്ല ചൂടുകാലം കൂടി ആയതുകൊണ്ട് ഇത് കുറച്ച് കൂളിംഗ് ആണ് ഫേസിന്. അപ്പോൾ ഇതെൻ്റെ മോയ്സ്ചറൈസർ. ഇത് എൻ്റെ മെബിലൈൻ്റെ മസ്കാരയാണ്. ഞാൻ യൂസ് ചെയ്ത് തീരാറായതാണ്, പക്ഷേ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഐലാഷസിന് നല്ല വോളിയം തോന്നിക്കുന്ന ഒന്നാണ് നമ്മുടെ മെബിലൈൻ്റെ മസ്കാര. ദെൻ ഐലൈനർ, ഡാസ്ലർ. നമ്മളെല്ലാവരും എന്തൊക്കെ ബ്രാൻഡ് ഇറങ്ങിയാലും ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ മറക്കില്ലല്ലേ. എനിക്കും ഈ ഒരു ഐലൈനർ ഭയങ്കര ഇഷ്ടം. എന്തെങ്കിലും ബ്ലൂ ഹെവൻ്റെ ഒക്കെ ഐലൈനർ ഉണ്ട്, എന്നാലും ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്നത് ഈ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐലൈനറാണ്. നെക്സ്റ്റ് എൻ്റെ ബാഗിലുള്ളത് ഈ ഒരു കോബ്രയുടെ സ്പ്രേ ആണ് കേട്ടോ. ഇങ്ങനെ ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇതൊരു നല്ല ഫ്രേഗ്രൻസാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഫ്രേഗ്രൻസാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഐബ്രോ ആണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു ക്ലിപ്പ് ഉണ്ട്. ഫേസ് വാഷ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോൺസിൻ്റെ ഈ ഒരു വിറ്റമിൻ D3 ഫേസ് വാഷാണ്. ബ്രൈറ്റ് ബ്യൂട്ടി സ്പോട്ട്ലെസ് ഗ്ലോ ഈ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കൊള്ളാം. ഞാൻ ഇതിന് മുൻപ് യൂസ് ചെയ്തിട്ട് പോൺസിൻ്റെ ചാർക്കോളിൻ്റെ ഫേസ് വാഷ് ഉണ്ടല്ലോ, ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത്. കാരണം പുറത്തൊക്കെ പോയിട്ട് നല്ല ഡൾനെസ് ആയിട്ട് വരുമ്പോഴത്തേനും ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പോൺസിൻ്റെ ചാർക്കോൾ ഫേസ് വാഷാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ബണ്ണിൻ്റെ. ദെൻ ലിപ്സ്റ്റിക്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ലിപ്സ്റ്റിക്ക് പ്യുവർ മാറ്റ് ലിപ്സ്റ്റിക്. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് ഹോട്ട് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ബട്ട് ഇത് ആരും യൂസ് ചെയ്തത് എന്ന് എനിക്ക് പറയാനോ. ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ്സ് എങ്കിലും ഇരുന്നെന്ന് പറയാം. പിന്നെ ഞാനിത് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട്. അത് ഇടുന്നതിന് മുകളിൽ ഫസ്റ്റ് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അപ്ലൈ ചെയ്യും. അതിന് ശേഷമാണ് എൻ്റെ വേറൊരു ലിപ്സ്റ്റിക് ഉണ്ട് അത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഭംഗിയാണ്. എൻ്റെ ആ ലിപ്സ്റ്റിക്ക് കുറച്ച് ലോങ് ലാസ്റ്റിങ്ങാണ്. ഞാൻ ഈ പറഞ്ഞ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ബ്ലഷീസ് ഞാൻ യൂസ് ചെയ്ത് പാക്കറ്റ് ഇങ്ങനെയായി. ബ്ലഷീസിൻ്റെ 2 ലിപ്സ്റ്റിക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഞാൻ അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക്സ് നോക്കിയപ്പോഴത്തേനും മീഷോയിൽ കണ്ട് ഇടയ്ക്ക് മേടിച്ചാണ് ഈ ബ്ലഷീസിൻ്റെ ലിപ്സ്റ്റിക് എന്ന് പറയുന്നത്. ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. സെക്കൻഡ് വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡാട്ടോ. ഈ ഷെയ്ഡ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഷെയ്ഡാണ്. ഞാൻ ഇതാണ് കൂടുതൽ യൂസ് ചെയ്തത് ഒരുവിധം തീരാറായിട്ടുണ്ട്. ബട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ലിപ്സ് നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു മോയ്സ്ചറൈസിങ് ലിപ് ബാം ഒക്കെ ഇട്ടിട്ട് ഇത് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മോസ്റ്റ്ലി ഒരു നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ലിപ്സ്റ്റിക് വേണം എന്നുള്ളവർക്ക് ഇത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഇനി 2-3 ബണ്ണ് ഉണ്ട് കേട്ടോ. പിന്നെ ക്ലിപ്സ്. ഞാൻ ഈ നമ്മുടെ ടിക് ടാക് സ്ലൈഡ് ഞാൻ എൻ്റെ മുടി കൂടുതലും ഈ ക്ലിപ്സ് ടിക് ടാക് സ്ലൈഡ് വെച്ചിട്ടാണ് സെക്യൂർ ചെയ്ത് വെക്കാറ്. പിന്നെ ഈ ഒരു ക്ലിപ്പ്, ഇതിനെ ക്ലോ ക്ലിപ്സ് എന്നാണ് പറയാറ്. ക്ലോ ക്ലിപ്സ്. ഇതെൻ്റെ സൺസ്ക്രീനാണ്. ലാക്മിയുടെ സൺസ്ക്രീനാണ്. SPF 50 ഒക്കെ ഉള്ള സൺസ്ക്രീൻ തന്നെയാണ്. വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. നല്ലൊരു സൺസ്ക്രീനാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു സൺസ്ക്രീനാണ്. ദെൻ ഇതെൻ്റെ ഈ ചീപ്പിട്ടാണ് ഞാൻ എൻ്റെ മുടിയുടെ ജട കളയുന്നത്. ഈ ചീപ്പിട്ടാണ്. അപ്പോൾ വലുതായിട്ട് മുടി കൊഴിയത്തുമില്ല. പല്ലകലുള്ള ചീപ്പല്ലേ, അതുകൊണ്ട്. ദെൻ ഈ ഒരു ചീപ്പ് ഇത് വെച്ചിട്ടാണ് ഞാൻ മുടി കെട്ടുന്നത്. ഈ ചീപ്പ് വിട്ടിട്ട് അങ്ങനെ 2 ചീപ്പ് ഉണ്ട് എനിക്ക്.
അത് കഴിഞ്ഞിട്ട് ഇത് ഈ ഇതിനകത്ത് ഇങ്ങനെ ഒരു സെൻറ്ററിലൊരു അറയുണ്ട്. അതിനകത്താണ് ഞാൻ എൻ്റെ ഇയറിങ്സ് എല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയായി എവിടെയെങ്കിലുമൊക്കെ പോകാനുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതൊക്കെ സ്റ്റോർ ചെയ്താൽ പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ്. ഇതിനകത്ത് ഒരുപാട് ഇയറിങ്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ എടുത്ത് കാണിച്ചത്, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു കണ്ടോ. എൻ്റെ എല്ലാ മോഡൽ ഇയറിങ്സ് ഉണ്ട്, പെട്ടെന്ന് എടുക്കാൻ എളുപ്പമാണ്. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് എൻ്റെ ഇയറിങ്സ് കളക്ഷനാണ് കേട്ടോ. എനിക്ക് മാല, വള അതൊക്കെ അങ്ങനെ വലുതായിട്ട് വേണമെന്നില്ല, ബട്ട് ഇയറിങ്സ് എവിടെ കണ്ടാലും ഞാൻ വാങ്ങും. ഒരുപാട് ഇയറിങ്സ് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് നമുക്ക് ഇങ്ങനത്തെ മുത്ത് വരുന്ന ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ മുത്ത് വരുന്ന ഇയറിങ്സ് ആണ് എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ റിങ്സ് ഉണ്ട്, ഒരുപാട് ജിമിക്കികൾ എനിക്ക് കളക്ഷൻ ഉണ്ട്, ഭയങ്കര ഇഷ്ടം. ഞാൻ കൂടുതലും ചുരിദാറ്, പട്ടുപാവാട ഇതൊക്കെയല്ലേ ഇടുന്നത്. അപ്പോൾ ഒരുപാട് ജിമിക്കി കളക്ഷൻസ് എനിക്കുണ്ട്. അത് കണ്ടില്ലേ, ഇങ്ങനെ എൻ്റെ ഒരു ലോഡ് കമ്മൽ സെറ്റ് ഇതിനകത്തുണ്ട്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് എന്ന് പറയുന്ന വീഡിയോ. കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക്, ഇയർ സ്പ്രേ, പിന്നെ എൻ്റെ ക്ലിപ്സ്, ഐബ്രോ, ഐലൈനർ, ചീപ്പ്, പിന്നെന്തുവാ ഫേസ് വാഷ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഞാൻ പറഞ്ഞ പോലത്തെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വാട്ട്സ് ഇൻ മൈ മേക്കപ്പ് ബാഗ് എന്ന് പറഞ്ഞ എൻ്റെ ഈ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അപ്പോൾ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.